ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ റോള് കൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ. ഇതെനിക്ക് ചന്ദനത്തിരി വാങ്ങിയപ്പം കിട്ടിയതാണ് കേട്ടോ. ഇതുപോലുള്ള ഏത് റോള് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതിൽ ഒരു റോളിൽ ഞാൻ ഏകദേശം ഒരു ഹാഫ് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് 2 പീസായിട്ട് മാറ്റണം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ചന്ദനത്തിരി വാങ്ങുന്ന എല്ലാ റോളും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഓരോന്നും എടുത്തു വെക്കുമ്പോഴും ശരിക്കും എന്തുണ്ടാക്കണമെന്നൊന്നും ഐഡിയ ഒന്നും കാണത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിതൊക്കെ ഉപകാരപ്പെടുമല്ലോ. ഇപ്പം ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ അന്ന് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു കട്ടറായിരുന്നേ. ഏകദേശം അതിൻ്റെ പണി തീരാറായി. അതും ഇനി പുതിയതൊരെണ്ണം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ 2 പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ താഴെയും മുകളിലുമായിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫ്ലെക്സ് കുക്കാണ് കേട്ടോ ഞാൻ ഒട്ടിക്കാനായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കയ്യിലൊന്നും പറ്റാതെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതൊരു പണിയായിരിക്കും. അപ്പോൾ ഒരു ഭാഗം ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒട്ടും കേട്ടോ. ഒന്നുകൂടെ ഒന്ന് സെറ്റാവാനായിട്ട് മുകളിൽ കൂടെയും കൂടെ കുറച്ച് ഫെവിക്വിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴത്തെ പോർഷനും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അതും സെയിം ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കി അളവൊക്കെ നോക്കിയതിന് ശേഷം ഫ്ലെക്സ് കുക്ക് അതിനകത്തോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു മുകളിൽ ഒട്ടിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ താഴത്തത് ഒട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഒട്ടിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിനെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഫുള്ള് ബ്ലാക്ക് കൊടുത്ത് താഴെ മാത്രം വൈറ്റ് കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു മാസ്കിൻ ടേപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ആ ചെറിയ പോർഷൻ്റെ താഴെയും അതുപോലെ തന്നെ അപ്പുറത്തെ പോർഷൻ്റെ മുകളിലുമായിട്ട് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ സ്പോഞ്ചിൻ്റെ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അതിലും എളുപ്പം നമ്മുടെ സാധാ ബ്രഷ് കൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ട് അത് പിന്നെ മാറ്റി നമ്മുടെ സാധാ ബ്രഷ് കൊണ്ടായിരുന്നു ബാക്കിയെല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തത്. അങ്ങനെ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പം വലിയ ഐഡിയ ഒന്നുമില്ല. ചെയ്തു വരുമ്പം എങ്ങനെയാണോ തോന്നുന്നത് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാസ്കിൻ ടേപ്പ് ഒന്നൊരു മാറ്റുന്നുണ്ട് രണ്ടിൻ്റെയും. ഇപ്പോൾ വീഡിയോയിൽ ഏകദേശം വൈറ്റ് കളറായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ കുറേ ലെറ്റേഴ്സൊക്കെ ഉണ്ട്. അത് വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. അപ്പോൾ ആദ്യം ഞാൻ ഇതിന് വൈറ്റ് പെയിൻ്റാണ് അടിച്ചു കൊടുത്തത്. പക്ഷേ നമ്മൾ ആദ്യം ഈ അതായത് റോള് 2ആയിട്ട് മുറിക്കാനായിട്ട് നമ്മളൊരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിരുന്നില്ലേ, അതിൻ്റെ കളറ് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ആവുന്നുണ്ടായിരുന്നു. അന്നേരമാണ് എനിക്ക് തോന്നിയത് വൈറ്റ് അല്ല വേറെ എന്തെങ്കിലും ഒരു കളർ കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നി. പക്ഷേ ഞാൻ ഫുള്ള് വൈറ്റ് അടിച്ചതിന് ശേഷമായിരുന്നു വേറൊരു കളറിലോട്ട് മാറിയത്. അങ്ങനെ വൈറ്റും അടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് ഭയങ്കരമായിട്ട് പ്ലെയിൻ ആയിപ്പോയി. അന്നേരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്മുടെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ആ സ്റ്റോണും കൂടെ ഇവിടെ നിന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ സ്റ്റോൺസും കൂടെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒട്ടിച്ചു കൊടുത്തു.
അങ്ങനെ ആ വൈറ്റിൻ്റെ പോർഷനിൽ എന്ത് കളർ കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഗോൾഡൻ കളർ കൊടുത്താൽ നന്നായിരിക്കും എന്ന് തോന്നി. പക്ഷേ എൻ്റെ കയ്യിൽ ഗോൾഡൻ കളറിൻ്റെ പെയിൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേപോലെ യെല്ലോ, റെഡ്, ബ്ലൂ എന്നിവ മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെയൊക്കെ യെല്ലോ ആഡ് ചെയ്താൽ ഗോൾഡൻ കളർ കിട്ടുമെന്ന് കണ്ടു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം ഏകദേശം ഒരു ബ്രൗൺ കളർ ഉണ്ടാക്കിയെടുക്കണം. ആ ബ്രൗണിലോട്ട് യെല്ലോ ആഡ് ചെയ്ത് ഗോൾഡൻ ആക്കണം എന്നാണ് ഗൂഗിളിൽ പറഞ്ഞത്. ആദ്യത്തെ ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ തന്നെ കിട്ടി. പക്ഷെ പിന്നീട് യെല്ലോ ആഡ് ചെയ്തപ്പോൾ ഗോൾഡൻ കളർ എത്തിയില്ല. അതിന് ഒരുപാട് യെല്ലോ ആഡ് ചെയ്യണമെന്നോ അറിയില്ല. പക്ഷേ ഈ ഒരു കളറ് എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഇതിലങ്ങ് നിർത്തി. അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് യെല്ലോ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ടൊരു ഏകദേശം ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറായിരുന്നു. അങ്ങനെ ആ കളറ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സിങ്ങൊക്കെ ഏകദേശം കഴിയാറായി. മിക്സ് ചെയ്തപ്പോൾ കുറച്ചധികം പെയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനടിച്ചിട്ട് ബാലൻസ് ഞാൻ സ്റ്റോർ ചെയ്തിട്ട് വേറൊരു ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിനോട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്.